ഹലോ ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിന് ലെറ്റ്സ് പ്ലേ സീരീസ് RTXൻ്റേതാണ്. ഓക്കെ, അപ്പോൾ ഇത് എപ്പിസോഡ് 2 ഗായ്സ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്റ്റോറേജ് ഉണ്ടാക്കാൻ പോവുകയാണ് ഗായ്സ്. അപ്പോൾ സ്റ്റോറേജ് ഇപ്പോൾ നമ്മൾ കണ്ടില്ല ഗായ്സ്, 2 ചെസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ചെസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഒരു ഉപകാരവും ഇല്ല. പിന്നെ എൻ്റെ പുതിയ സ്കിന്ന് കണ്ട ഗായ്സ്, ഇതൊക്കെയാണ്. ഇതിന് മുന്നത്തെ എപ്പിസോഡ് 1 നിങ്ങൾക്കറിയാം, ഒരു രസമില്ലാത്ത, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ സ്ക്രീനിൽ. ഓക്കെ, അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് ആ സ്റ്റോറേജിൻ്റെ വീഡിയോ ആയിരിക്കും. അപ്പോൾ പുറത്ത് ഞാൻ ഡെക്കറേഷനൊക്കെ ചെയ്തിരുന്നു. ഈ മഴയായിട്ടാണ് ഒരു രാത്രി പോലെയായിരുന്നു. അപ്പോൾ ഇതാണ് ഡെക്കറേഷനായിട്ട് ഞാൻ വെച്ചത്, ആ ടോർച്ചൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ പാത്തും സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ജസ്റ്റിൽ 2 അയണൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. നമ്മൾ അയൺ ഗോളത്തെ കൊല്ലുന്നിട്ട് ഉണ്ടാക്കുന്നതല്ല. വില്ലേജിൻ്റെ അടുത്തൊക്കെ നമ്മൾ എപ്പോഴും അതാണല്ലോ പരിപാടി. അപ്പം ഞാൻ സ്റ്റോറേജിനായിട്ട് ഓരോ സാധനങ്ങളൊക്കെ എടുക്കട്ടെ. ആദ്യം തന്നെ ഫർണസ് ഒന്ന് എടുക്കണം. ഫർണസ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഇതേ ഫർണസ് ക്രാഫ്റ്റ് ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത് കോപ്പിൾ സ്റ്റോൺ ഇല്ല ഗൈസ്. അപ്പോൾ കോപ്പിൾ സ്റ്റോൺ എടുക്കാൻ പോകണം. ഇപ്പോൾ മഴ നിന്നോ? മഴ കാണും. എന്താ ഇവിടെ ആയിട്ടുണ്ടാക്കാമല്ലോ. ഇവിടെ ആയിട്ടല്ല ഐസൺ ഉണ്ടാക്കുന്നത്, ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ അടുത്താക്കാം, ബെഡിൻ്റെ അടുത്ത്. എന്നാൽ നമുക്ക് ഇവിടെ ആക്കാം. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഇവിടേക്ക് നമുക്ക് 4-3 ബ്ലോക്ക് അടിയിലേക്ക് പോകണം. മഴ നിന്നിട്ടുണ്ട്. മഴയുടെ ശബ്ദം ഇപ്പം ഇല്ല ഗൈസ്. അപ്പോൾ മനസ്സിലാവുമല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ കയറി കിടക്കാം. ഓക്കെ, ഷുഗർ കെയിനൊക്കെ നമ്മൾ ഡെക്കറേഷന് വെച്ചതാണ്. പിന്നെ നമുക്ക് ബുക്ക് ഉണ്ടാക്കാം, എൻചാൻറ്റ്മെൻറ്റ്, അതൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ ഉണ്ടാവുന്നതാണ്. നമുക്കിനി ഒരു മൈനിങ് സിസ്റ്റമൊക്കെ ഉണ്ടാക്കാം. മൈനിങ് ഏരിയ, ഓക്കെ, മൈനിങ് ഏരിയ ആണ്. ആ മൈനിങ് ഏരിയ നമ്മൾ പുറത്തുനിന്നല്ല ഉണ്ടാക്കാൻ നിൽക്കുന്നത്. എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ നമ്മളെ സ്റ്റോറേജ് റൂമിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ള മൈനിങ് ഏരിയ, അല്ലെങ്കിൽ സ്റ്റോറേജ് റൂമിൽ നിന്ന് മൈനിങ് ഏരിയയിലേക്ക് പോകുന്ന രീതിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റോറേജിൽ വന്നിട്ട് സാധനങ്ങൾ വെക്കാനും ഒക്കെ എളുപ്പത്തിലാണ് ഗൈസ് വേണ്ടത്. മൈനിങ് ഒക്കെ നമുക്ക് സുഖകരമായി ഒക്കെ ചെയ്ത് വരാമല്ലോ. കാരണം മൈനിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് കല്ല് നമുക്ക് എടുത്ത് വെക്കാനുണ്ടാകും. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തോടി വന്നിട്ട് ഈ ഒരു റൂമിലേക്ക് കോണിയിൽ ഇറങ്ങി പോകുമ്പോൾ അതിലേറെ നല്ലത് നമുക്ക് ഡയറക്റ്റായിട്ട് അതിലോട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു മൈനിങ് ഏരിയ ആണ്. കുറച്ച് കോപ്പിൾ സ്റ്റോൺ എനിക്ക് എടുക്കണം ഇവിടെ നിന്ന്. അപ്പോൾ കോപ്പിൾ സ്റ്റോൺ എടുത്തിട്ട് ഫർണസ് ഇതേപോലെ കുറച്ച് ഫർണസ് ഏറെയും വേണം. ഈ ടോർച്ച് ഇവിടെ വെക്കാം. ഇവിടെ ഒരു വീട്ട് ഇതിനാ നേരത്തെ കോപ്പിൾ സ്റ്റോൺ എടുത്തത് ഇവിടെ നിന്നായിരുന്നു. അതുകൊണ്ടായിരിക്കും ഞാൻ ഈ കുയിലോട്ട് വിടാം. ഇവിടെ ഒന്നും കാണുന്നില്ല ഗൈസ്. നമുക്ക് ടോർച്ച് വെക്കണോ? ടോർച്ച് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും വേണമെങ്കിൽ വെക്കാം. കണ്ടോ ഗൈസ്, XP നാവൽ. ഇപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഒരു ക്രീപ്പറിനെ കൊന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്രീപ്പറിൻ്റെ ഗൺ പൗഡറൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതിനെ സൂക്ഷിച്ച് വെച്ച് ഫസ്റ്റത്തെ ക്രീപ്പറാണ്. അതേപോലെ ഫസ്റ്റത്തെ മോബുമാണ് എന്നെ ആക്രമിക്കാൻ വന്നത്. കാരണം നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല, കാരണം ആ വീഡിയോയിലായിരുന്നു ആദ്യത്തേത് വന്നത് ക്രീപ്പർ എന്നല്ല, എന്നെ കൊല്ലാനായിട്ട് വന്ന ആദ്യത്തെ മോൺസ്റ്റർ. അപ്പോൾ അത് നമുക്കൊന്ന് മൂടി വെക്കാം. അടയാളം വേണോ? അടയാളം ഇത് വെക്കാം. ഇവിടെയും കൂടി ഡേർട്ട് വെച്ചെടുത്താൽ മതിയാവില്ല ഗൈസ്. ഇവിടെയും വെച്ചു, ഇതും കൂടെ വെക്കാം. അപ്പോൾ നമുക്കൊരു ഇതായി ഗൈസ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു എനിക്കറിയില്ല. അതൊക്കെ അവിടെ അവിടെ എന്തൊരു ജംഗിളാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കുറച്ച് വുഡ് കളക്ട് ചെയ്യട്ടെ. ഇവിടെ എത്ര ഉള്ളൂ ഗൈസ്? കുറച്ചും കൂടി കുറേ വേണം ഗൈസ്, ഒരുപാട് വുഡ് വേണം. ഇപ്പോൾ ഞാൻ വീടിൻ്റെ പുറകു വശത്ത് ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ, ഒരു വുഡ് എടുക്കുന്ന ഒരു കാട് പോലെ. അവിടെ പോയിട്ട് എടുക്കേണ്ടി വരും നമുക്കിപ്പോൾ. അവിടെ പോകണം എന്നാണ്. അപ്പോൾ ഞാൻ പോട്ടെ ഗൈസ്, കാരണം അവിടെ പോയിട്ട് കുറച്ച് വുഡ് എടുക്കാൻ. കണ്ട ഗൈസ്, ഈ ഒരു പാത്രം എടുക്കാൻ നമുക്ക് പാർക്ക് ചാടി ഗൈസ്. അപ്പോൾ അതാണ് ഗൈസ് ആ നേരെ അങ്ങനെ
സോ ഗൈസ് നമ്മൾ അങ്ങനെ ക്രാഫ്റ്റ് ചെയ്ത് ക്രാഫ്റ്റ് അല്ല ഗൈസ് ക്രാഫ്റ്റ് അല്ല ഇതാണ് ഇവിടെ ടോർച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫൈനലി ഇത് ഉണ്ടാക്കി സ്റ്റോറേജിൻ്റെ ഏരിയ. ടോർച്ച് വെച്ചാൽ കാരണം ഗൈസ് നമ്മുടെ അടുത്ത് ലാൻഡ് അടിയിലുള്ള അയണില്ല. പിന്നെ ടോർച്ച് വെക്കും ഡെക്കറേഷനായിട്ട് ഇങ്ങനെ വെച്ച് കെട്ടി. കാരണം ഇവിടെയൊക്കെ നല്ല നേരിട്ട് വേണം. ഇവിടെ ക്രാഫ്റ്റിംഗ് ടാബിൾ വെക്കാൻ നമ്മൾ മേലെ റൂമിലുണ്ടായിരുന്ന ക്രാഫ്റ്റിംഗ് ടാബിൾ ഇട്ടിട്ട് വെച്ചു. അപ്പോൾ ഇനി ഫർണസ് ഞാൻ ക്രാഫ്റ്റ് ചെയ്തത് ഇതിനായിരുന്നു ഗൈസ്. നമുക്ക് ഈ ഒരു മൈനിങ് ഏരിയ ഇങ്ങോട്ടൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് എന്തെങ്കിലും സ്മെൽറ്റ് ചെയ്യാനോ അതുപോലെ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റോറേജ് റൂമിൻ്റെ അടുത്താകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാകും ഗൈസ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ഗൈസ്. ഓക്കെ, അപ്പോൾ ലാഡർ വേണ്ട, നമ്മൾ ലാഡർ പിന്നെ ഈ ലാൻഡേൻ്റെ ആനിമേഷനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടാവും. സോ സബ്സ്ക്രൈബ് എന്തായാലും നിങ്ങൾ ചെയ്യണം. വെറും 12 ഉള്ളൂ, ഞാൻ വീണ്ടും പറയുകയാണ്. ഒന്ന് 12 നമുക്കൊരു 1K ആണ്, റോഡ് ടു 1K. ഓക്കെ, അതാണ്. അപ്പോൾ നമ്മൾ 2 ട്രാപ്പ് ഡോർ ഇതാക്കി. കാരണം അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ആ ഡെക്കറേഷൻ ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചത്. നല്ല രസമുള്ള ഗൈസ്. അങ്ങോട്ടൊരു വഴി ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കി. ഇനി അടുത്ത എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം.